ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെ ക്രിസ്മസ് അവധിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഇത് ഒരു അവധി ദിവസമായിട്ടോ, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലാത്ത, പണിക്കും പോകണ്ടാത്ത ഒരു അവധി ദിവസമായിട്ടോ. അങ്ങനെ ആടി ഉലഞ്ഞ് പതുക്കെയാണ് എഴുന്നേറ്റത്. എന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത്, പക്ഷെ ആകെയുള്ളൊരു വിഷമം, അങ്ങോട്ട് ശരിയായില്ല. എന്തായാലും എഴുന്നേറ്റല്ലേ പറ്റൂ. അങ്ങനെ അടുത്തിനി ഒരു പരിപാടിയും ഇല്ലാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യാമെന്ന് കൂലങ്കക്ഷിതമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീഷോയിൽ നിന്നൊരു പാക്കറ്റ് വന്നത്. മീഷോ ഇപ്പോൾ ഗുഡ് ബോയ് ആട്ടോ. കുറച്ചുകൂടെയൊക്കെ നേരത്തെ പാക്കേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ബ്ലൂ ഡ്രസ്സ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കിയിട്ടിരുന്നിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. കാരണം ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺ അല്ലേ ഈ വന്നതെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. ശരിയാണ്, ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺ അല്ലായിരുന്നു. പക്ഷേ എങ്കിലും കളർ കോമ്പിനേഷനൊക്കെ ശരിയായിരുന്നു. പക്ഷേ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുമല്ല ഇതിൻ്റെ ആ പ്ലീറ്റഡൊക്കെ വന്നിട്ടിങ്ങനെ താഴെയാണ്. അതുമല്ല തീരെ കട്ടിയും ഉണ്ടായിരുന്നില്ല. ആ പ്ലീറ്റ്സ് ഇങ്ങനെ താഴെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രോക്ക് കണക്ക് കിടക്കും കുഞ്ഞു പിള്ളേരുടെ. പിന്നെ ഇതെന്ത് ചെയ്യും അല്ലേ എന്ന് ആലോചിച്ചിട്ടാണ് എന്തേലും കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാട്ടോ ഈ തയ്യൽ എന്ന് പറയുന്ന കാര്യം. ഞാനങ്ങനെ തയ്യൽ പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ആകെ ഞാൻ നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഷേപ്പൊക്കെയാണ് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അത്യാവശ്യം, അതായത് എൻ്റെ തുണികൾ, ഞാൻ പുറത്ത് അങ്ങനെ തയ്ക്കും എന്നല്ല പറയുന്നത്, ഞാൻ എൻ്റെ തുണികളൊക്കെ തയ്ക്കാറുണ്ട്. അതായത് ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വന്നിട്ട് ഒരു ചുരിദാർ ഫുൾ സെറ്റ്, ചുരിദാർ പാൻറ്റ്, അതായത് ടോപ്പും പാൻറ്റും തയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാം യൂട്യൂബിൻ്റെ അകത്ത് നോക്കിയിട്ട് ഓരോ ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയിട്ട് അങ്ങനെ തയ്ക്കുന്നതാണ്. എനിക്ക് ആ പരിപാടി നല്ലോണം വഴങ്ങും എന്ന്, എനിക്ക് അതിലെന്തോ ഒരു കല എനിക്കുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊക്കെ ഉപരി നമ്മളിങ്ങനെ സ്വന്തമായിട്ട് തച്ചിടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് ഇതിപ്പോൾ എവിടുന്നാണ് തച്ചത്, ഇല്ലെങ്കിൽ ആരാ തച്ചതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ ഞാനാ തച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. എനിക്കിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്.